ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബിജു പറമ്പിൽ സാർ, ആനിമേറ്റർ സിസ്റ്റർ റോസ്, പിതൃവേദി സെക്രട്ടറി ജോർജ് കുട്ടി സാർ, പ്രിയ പിതൃവേദി ട്രഷറർ സാജൻ സാർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പിതൃവേദി സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണല്ലോ നാം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ ജനറൽ ബോഡി മീറ്റിംഗിന് 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത്. അവർ നമ്മുടെ കൂടി കാവൽമാലാഖമാരായി നിലനിൽക്കുകയാണ്. നമുക്ക് ദൈവം നൽകിയ കാവൽമാലാഖമാർക്ക് പിതൃദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും നമുക്ക് നേരം. ഈ അവസരത്തിനായി നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് കടന്നു വരുമ്പോഴും ഈ പരിപാടി നടക്കണമെന്ന് ആഗ്രഹിച്ച് ഏറ്റവും കൂടുതൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും വൈദികരോട് പറയുമായിരുന്നു, നിങ്ങൾ ആളുകളുടെ പണമുള്ള ഇടയന്മാരായി തീരണമെന്ന്. ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്കും കടന്നു വരുന്നത് ഈ ഒരു ചിന്ത തന്നെയാണ്. ആളുകളുടെ മണമുള്ള ആളുകളെ അറിയുന്ന, ആളുകളെ സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നല്ലൊരു ഇടയൻ. പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഇന്ന് ഈ ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ സാദരം ക്ഷണിച്ചു കൊടുത്തു. നമുക്കറിയാം, നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടവകയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയിലുള്ള വൈദികരെ സമർപ്പിതരൊക്കെയാണ്. നമ്മുടെ ഇടവകയ്ക്ക് സാക്ഷ്യമായി, അടുത്ത തലമുറയ്ക്ക് പ്രചോദനമായി നമുക്ക് എന്നും എടുത്തു കാണിക്കാവുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നവീനച്ഛൻ. വളരെയധികം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 4:30 അവിടെ കുർബാന ഉണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയും മറ്റ് ക്രമീകരണങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഇന്നിവിടെ ഓടി വരികയായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്നേഹം തീക്ഷ്ണതയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഏറ്റുപറയുക. ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ ചേർത്ത് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നവീനച്ഛന് ഈ ഇടവക സമൂഹത്തിന്റെ പേരിൽ, ഏറെ പ്രത്യേകിച്ച് പിതൃവേദി സംഘടനയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ പിതൃദിന ആഘോഷങ്ങൾ നടത്തുവാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പിതൃദിന ആഘോഷത്തിൻ്റെ സമ്മേളന പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നു ലോർഡ് പിതൃവേദി വൈസ് പ്രസിഡന്റ്, പിതൃവേദി കൊറോണ തലത്തിലെ ട്രഷററുമായ ശ്രീ ബിജു പറമ്പിൽ, പിതൃവേദിയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പോളച്ചൻ, നമ്മുടെ ഇടവക തിരുസഭയ്ക്ക് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സമ്മാനമായി നൽകിയ, ഇന്ന് മുഖ്യ സന്ദേശം നമുക്ക് നൽകുവാനിവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് പ്ലാക്കാലിൽ അഥവാ നവീനച്ഛൻ, പിതൃവേദി സംഘടനയ്ക്ക്, മാതൃസംഘടനയ്ക്ക് അനിമേറ്ററായിട്ടുള്ള സ്തുതിർഹമായ സേവനം അനുഷ്ഠിച്ച് മുന്നേറുന്ന സിസ്റ്റർ റോസ്, പ്രാർത്ഥനാഗാനം ആരംഭിച്ച നിഷ മിഥുൻ കാട്ടൂർ, ഇന്ന് പ്രത്യേകമാവിധം ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ജാസ്പർ അന്വേഷ്, ജസ്റ്റിൻ തലക്കൽ, ലീനാമ, ജസ്റ്റിൻ ചേട്ടനും ലീലാമ ചേച്ചിയും, ജോർജ് കുട്ടി ചേട്ടനും, അതുപോലെ തന്നെ മറുപടി സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ള ഡോക്ടർ മിഥുൻ ജോയും, പിതൃവേദിയുടെ ട്രഷററും ഇന്ന് ഈ വേദിയെ അലങ്കരിക്കുന്ന വ്യക്തിയുമായ ശ്രീ സാജൻ ഉറക്കപ്പിണ്ടത്തിൽ,
പിതൃദിനാഘോഷത്തിനായി ഇവിടേക്ക് കടന്നു വന്ന പിതാക്കന്മാരെ, അവരോട് ചേർന്നിരിക്കുന്ന മാതാക്കളെ, സവിശേഷമായി വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ആസ്വദിച്ച് നിത്യജീവന്റെ രുചി അനുഭവിച്ചിട്ടുള്ള കുഞ്ഞുമക്കളെ, വാത്സല്യമുള്ള ഇതര മക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഈ അവസരത്തിൽ പിതാക്കന്മാരായ എല്ലാവർക്കും പിതൃദിനത്തിൻ്റെ മംഗളങ്ങൾ വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടും സന്തോഷത്തോടും കൂടെ ആസ്വദിക്കുന്നത്. പുഷ്പൾ ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെന്റുകളുടെ പിന്നിലും മുന്നിലും ഒരു എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകാനും തള്ളിക്കൊണ്ട് പോകുവാനും അങ്ങനെ ഹെവി ലോഡുകൾ വളരെ വേഗത്തിൽ എത്തിക്കുവാനിടയാണ് പുഷ്പൾ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വർഷത്തെ പിതൃദിനത്തിൻ്റെ വിഷയം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത് ഈ പുഷ്പൾ ട്രെയിനെ കുറിച്ചാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശക്തിപ്പെടുത്തുന്ന ശക്തി സ്രോതസ്സാണെന്നും അവരാണ് നമ്മെ ഭാവിയിലേക്ക് നയിക്കേണ്ട ചൈതന്യമെന്നും അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ വർഷം പിതൃദിനം ഫാദേഴ്സ് ഡേ കൊണ്ടാടുന്നത്. അവർ ഗൈഡിങ്സ് നൽകുന്നതാണ്, ഒപ്പം ലീഡിംഗ് ഫ്യൂച്ചേഴ്സാണ്. നമ്മെ നയിക്കുന്ന ഭാവി വാഗ്ദാനങ്ങളായി നമുക്കായി നമ്മുടെ മുമ്പേ കടന്നു വരുന്നവരാണ് പിതാക്കന്മാർ. അവരാണ് നമ്മെ പ്രചോദിപ്പിച്ച് നയിക്കുവാനുള്ളവർ. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുകയും ഒപ്പം നയിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരുമാവില്ല, ഒരു പിതാവാകും. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ അപ്പൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പനായിരുന്നു എനിക്ക് സർവശക്തൻ. എനിക്ക് ദൈവത്തെ പരിചയപ്പെടുന്ന മുമ്പേ, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവം എൻ്റെ അപ്പനാണ്. കാരണം കുട്ടനാട്ടിൽ ജനിച്ച് ജീവിച്ച ഞാൻ ഈ കായലുകളിൽ കൂടെ തോടുകൾ ഇങ്ങനെ നീന്തി കടക്കേണ്ട അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും കൃത്യമായി എനിക്ക് തോന്നിയത് എൻ്റെ അപ്പൻ എന്നെ തോടിലെടുത്തുകൊണ്ട് കുത്തൊഴുക്ക് ഉള്ള ആറ്റിലൂടെ വളരെ ധൈര്യശാലിയായി സംരക്ഷകനായി എനിക്ക് ഒരു തരത്തിൽ കുറവ് വരാതെ ഈ ആറ് കടന്ന് അക്കരെ എത്തിച്ചു. അന്ന് എൻ്റെ ദൈവം, എൻ്റെ മാതൃകയും, എൻ്റെ വീരപുരുഷനും, എൻ്റെ ധൈര്യവും, എൻ്റെ ശക്തിയും എല്ലാം എൻ്റെ അപ്പനായിരുന്നു. ദൈവത്തെക്കുറിച്ച് ദൈവം സർവാത്മനാണ്, ശക്തനാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ചിത്രം ഈ ഒരു അനുഭവമാണ്. തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് ഇപ്രകാരമുള്ള അനുഭവം നൽകുന്ന അപ്പന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പമാകുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദകരമായ വാർത്ത. ഒരപ്പൻ കുടുംബത്തിൻ്റെ അപ്പം ആണ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്, അവരുടെ പ്രശ്നങ്ങളിൽ പ്രതിവിധിയാണ്, അവരുടെ ഭയത്തിൽ ധൈര്യമാണ്, അവരുടെ കണ്ണിൽ അവർക്ക് പ്രചോദനമായി, ശക്തിയായി, ആശ്വാസമായി കടന്നു വരുന്ന കുളിർക്കാരനാണ്. കുടുംബത്തിൽ അപ്പൻ എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തിൻ്റെ പരിപാലകനാണ്, സംരക്ഷകനാണ്. അങ്ങനെ അപ്പൻ നമുക്ക് കൈയെത്തുന്ന ദൂരത്തുള്ള ദൈവമായി മാറുകയാണ്. പിതാക്കന്മാരെ, നിങ്ങളാണ് ഈ സമൂഹത്തെ വാർത്തെടുത്തത്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുപക്ഷെ എളുപ്പമാണെങ്കിൽ ഒരു കുഞ്ഞിനെ അപ്പനാവുക അത്ര എളുപ്പമുള്ള സ്ഥിതിയല്ല. തീർച്ചയായും ഒരു കുഞ്ഞിനെ നേടി കൊടുക്കാൻ ഒരു ബയോളജിക്കൽ ഫാദറായി മാറാൻ, മേബി ഒരു സ്പിരിച്വൽ ഫാദറായി മാറാൻ നമുക്ക് എളുപ്പമാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ ശക്തിയുടെ സ്രോതസ്സായി, ലീഡിംഗ് ലൈറ്റായി ഒരു അപ്പനായി തീരുക അത്ര എളുപ്പമില്ല. കരയാൻ അവകാശമില്ലാത്ത, കണ്ണു നിറയാൻ അവകാശമില്ലാത്ത ഒരു വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ അത് അപ്പനല്ലേ. തീർച്ചയായും അപ്പന്മാരുടെ ഹൃദയം കൊണ്ട് അറിയുവാൻ ഈ പിതൃദിനം നമുക്ക് പ്രചോദനമായി മാറട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും ഈ സമൂഹത്തെ മതനിർത്തങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, സഭയുടെ പ്രചോദനമായി മാറിയിട്ടുള്ള നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ
പിതൃത്വത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തെ എല്ലാ ആഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട വികാരിയച്ഛൻ റവറൻ ഫാദർ ജേക്കബ് കോട്ടക്കാട്, വേദിയിലെ അധ്യക്ഷൻ പിതൃവേദി വൈസ് പ്രസിഡന്റ് ശ്രീ ലിജു പറക്കൽ, പിതൃവേദി ഡയറക്ടർ ബഹുമാനപ്പെട്ട പോൾ ജോർജ് കുന്നപ്പള്ളിയച്ഛൻ, നമ്മുടെ മുഖ്യ അതിഥിയും നമ്മുടെ ഇടപെടുന്നതുമായ ഫാദർ ജോസഫ് വാക്കാലിൽ, നവീനച്ചൻ, ബഹുമാനപ്പെട്ട പിതൃവേദി ആനിമേറ്റർ സിസ്റ്റർ റോസ് വൈപ്പന, ട്രഷറർ ശ്രീ സാജൻ കുറവക്കണ്ടത്തിൽ, കൾച്ചറൽ കമ്മിറ്റി കൺവീനർ ശ്രീ സിനി മണിയങ്ങാട്ട്, എന്നോടൊപ്പം ആദരം ഏറ്റുവാങ്ങുന്ന ശ്രീ ജസ്റ്റിൻ തഴയ്ക്കൽ, അതുപോലെ നമ്മുടെ സീനിയർ മോസ്റ്റ് അംഗവും വളരെ യുവത്വം തോന്നുന്ന നമ്മുടെ അംഗവുമായ നമ്മുടെ യാസ്പർ സാർ, പിതൃവേദി അംഗവും നമ്മുടെ കൈക്കാരനുമായ ശ്രീ സിജോ, മറ്റ് പിതൃവേദി ഭാരവാഹികൾ, അംഗങ്ങൾ, വിവിധ സംഘടനാ അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികൾ, ഈശോയെ ആദ്യമായി സ്വീകരിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അവരുടെ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിതൃദിന ആശംസകൾ. ശരിക്കും പിതൃദിനം ജൂൺ 21 കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. ചില പ്രത്യേക കാരണം ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, പ്രത്യേകമായും എല്ലാ പിതാക്കന്മാർക്കും പിതൃദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഇന്നത്തെ ദിവസം പിതൃദിനത്തിന്റെ ഒരു ദിവസമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന കൊച്ചുമക്കളെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും വളർത്തി ഇന്ന് ഈ വേദിയിലേക്ക് അവരെ അണിയിച്ച് അവരുടെ ആദ്യ കുർബാനയ്ക്കുള്ള പാടിന് അവരോടുകൂടിയായിരുന്നു. അവരെ വളർത്തി എല്ലാ മാതാപിതാക്കന്മാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. രാവിലത്തെ 6:30 കുർബാനയെ തുടർന്ന് നമ്മൾ പ്രത്യേകം ആശംസകൾ അറിയിക്കുമെങ്കിലും ഈ ഒരു പ്രത്യേക സമ്മേളന സമയത്ത് പിതൃവേദിയുടെ നായകനായ നമ്മുടെ പ്രിയപ്പെട്ട കോളേജിൽ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കാം. അച്ഛൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞു നൽകിയ സ്വർഗീയ മധ്യസ്ഥനാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ
കൃത്യനിഷ്ഠതയും സമർപ്പണ ബോധവും ത്യാഗസന്നദ്ധതയും നമ്മുടെ കോളേജിന് എത്രമാത്രം ഉണ്ട് എന്നത് നിങ്ങൾക്ക് വ്യക്തമാണ്. ഒരുപക്ഷെ അതിലും മികച്ചതായി അദ്ദേഹത്തിന് ഈശോയോടുള്ള സ്നേഹം, കോളേജിനോട് ഇടപെടുമ്പോൾ നമുക്കൊരു പ്രത്യേകമായൊരു പോസിറ്റീവായിട്ടുള്ള എനർജി അനുഭവിക്കാനാവും എന്നത് സംശയില്ല. സമർപ്പണ ബോധത്തിൽ ഒരു പുരോഗതിനായി മുന്നേറുന്നതിൽ എത്രമാത്രം അദ്ദേഹം വിജയിക്കുന്നു എന്ന് ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. വിശ്വസ്തയോടെ ഒരു പുരോഗതിനായി ജീവിക്കുക, വിശ്വാസത്തോടെ വിശുദ്ധിയോടെയും തൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക കോളേജിന് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ കോളേജിൽ പൗലോസ്ലീഹായെ പോലെ ഒരു ബലഹീനത കൂടിയാണ്. അത്തൻ്റെ ബലഹീനത എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കണ്ടു കഴിയുമ്പോൾ, അതുമല്ലെങ്കിൽ ഐസ്ക്രീം കണ്ടു കഴിയുമ്പോൾ പഠിക്കാനുള്ള പുസ്തകവും ബാക്കി സാമഗ്രികളെല്ലാം വലിച്ചെടുത്ത് അതിൻ്റെ പുറകെ പോകും എന്നതുപോലെയാണ് നമ്മുടെ കോളേജിൻ്റെ ബലഹീനത. ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അപ്പനെയും മറന്നുപോയി, അമ്മയും മറന്നുപോയി, സഹോദരനെയും മറന്നുപോയി, എല്ലാം മറന്നുപോയി, എല്ലാം ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് ഈശോയുടെ പുറകെ പോകും. കോളേജിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പൗരസ്ത്യ മാധ്യസ്ഥ കൃപയും പ്രാർത്ഥിച്ചുകൊണ്ട് പുതുപേരിയുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ നാമത്തിൽ എല്ലാ തിരുനാൾ മംഗളങ്ങളും വളരെ സ്നേഹത്തോടും ആദരവോടും നന്ദിയോടുകൂടെ അർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയുടെ പിതാവ്, സ്നേഹമാണ് നമ്മുടെ അപ്പൻ, ബഹുമാനപ്പെട്ട വട്ടക്കാട്ടച്ച, ബഹുമാനപ്പെട്ട പൗളച്ച, ഏറ്റവും സ്നേഹമുള്ള വിജയങ്ങൾ, ജോർജ് കുട്ടിയങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്, സാജനങ്ങൾ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, പിള്ളേരൊക്കെ എല്ലാവരും മടുത്തോ ഒന്ന് രണ്ട് പേര് മടുത്തെന്ന് പറഞ്ഞു. അപ്പം അച്ഛനിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ഉത്തരവൊക്കെ പറയണം കേട്ടോ. ഓക്കെ, ഈ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നല്ല ഇൻഫോർമലായിട്ടൊക്കെ സംസാരിക്കാമെന്ന് തോന്നുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഒരു വെറൈറ്റി പിതൃദിനം, ഫാദേഴ്സ് ഡേ ഇത്രയേറെ വെറൈറ്റി ആയി സംഘടിപ്പിച്ച നമ്മുടെ ഇടവകയിലെ പിതൃവേദിക്ക് ആദ്യമേ തന്നെ നല്ലൊരു കൈയടി കൊടുക്കുക. കുട്ടികളുടെ നല്ലൊരു കൈയടി. ഇത്ര മനോഹരമായി ഹൃദയകാരിയായിട്ടുള്ള പ്രോഗ്രാംസും അതുപോലെ കലാപരിപാടികളും സ്നേഹദിനവും ഒക്കെയായി മനോഹരമായി സംഘടിപ്പിച്ചു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, എന്നെ എന്തുകൊണ്ടാണ് ഇതിന് വിളിച്ചത്? ഞാൻ ഒരു പിതാവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അച്ഛനായിരുന്നു. അച്ഛനായി കഴിയുമ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നത് നവീൻ ചേട്ടാ എന്നൊക്കെ വിളിച്ചവരൊക്കെ എന്നെ വന്ന നവീൻ അച്ഛ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ അച്ഛനായിട്ട് ഒരു ഫാദറായിട്ട് കൃത്യ 6 മാസമായിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. ഡിസംബർ 27-ന് മനോഹരമായി പട്ടമൊക്കെ നടത്തി. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാൽ ഞാൻ ഫാദറായതിൻ്റെ 6 മാസത്തെ പരിചയമുള്ളൂ. ഇനി ഇവിടെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ പിതാക്കന്മാരുണ്ട്. അവരൊക്കെ വളരെ യങ്ങായിട്ടുള്ള ഫാദേഴ്സാണ്. കുറച്ചുകൂടെ പുറകിൽ സീനിയർ ആയിട്ടുള്ള ഫാദേഴ്സ് ഉണ്ട്, ഗ്രാൻഡ് ഫാദേഴ്സും ഉണ്ടോ അല്ലെ? ഗ്രാൻഡ് പേരൻസും ഗ്രാൻഡ് ഫാദേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു, എന്നെ എന്തുകൊണ്ടായിരിക്കും ക്ഷണിച്ചത്? ഞാൻ ഇടവകയുടെ ഒരു മകനാണ്, അപ്പൊ ഒരു മകനുമാണ്. അപ്പം ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു ഫാദറുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ടാസ്ക്കാണ്. കാരണം കുട്ടികളോട് സംസാരിക്കണം, അതേസമയം എന്നോട് പറഞ്ഞു ഫാദേഴ്സ് ഡേയുടെ സന്ദേശമുണ്ട്, കുട്ടികളോട് സംസാരിക്കുകയും ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാമോ? ഇപ്പൊ ഈ സമയത്ത് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളൊക്കെ വേൾഡ് കപ്പ് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ, ആരാണ് ഫേവറേറ്റ് പ്ലെയർ എന്ന് ചോദിക്കുന്നതിന് സമയമില്ല. ഞാൻ ഈ പറയുന്ന പ്ലെയർ ഏത് രാജ്യക്കാരനാണെന്ന് നോക്കാം. ജെറമി ഡോക്കു. ബെൽജിയം. ആരാ പറഞ്ഞത്? മോന്റെ പേരെന്നാ? ജോസഫ് എന്നെഴുതിന്റെ നല്ലൊരു കയ്യേറി കൊടുക്കുക. ഞാൻ അങ്ങനെ ഫുട്ബോൾ കാണുന്ന ഒരാളാണ്.
ചോദിക്കാൻ വേണ്ടി കാണാതെ വിളിച്ചോളൂ. വേറെ ഒന്നുകൊണ്ടല്ല, ഈ ജെറമി ഡോക്കു ഈ ഇടയ്ക്ക് ഹെഡ്ലൈൻസിൽ പത്രത്തിലൊക്കെ വന്നായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ആർക്ക് വേണമെങ്കിലും പറയാം, പിതാക്കന്മാർക്കും ഒക്കെ പറയാവുന്ന ഒരു കാര്യം. വേൾഡ് കപ്പില് ജയിച്ചതിനല്ല, വേറൊരു കാര്യത്തിലാണ്. ജെറമി ഡോക്കിന് എത്ര വയസ്സുണ്ട്? 25 വയസ്സേ ഉള്ളൂ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ജെറമി ഡോക്കു ഈ ഇടയ്ക്ക് വാർത്തകളിൽ വന്നത് ഒരു കാര്യത്തിനാണ്. ഇവിടെ എന്നെ എഴുതി വെച്ചിരിക്കുന്നത് പിതൃദിന ആഘോഷം. അപ്പൊ അതുമായിട്ടൊരു ചെറിയ ബന്ധം, ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ജെറമി ഡോക്കു ഗോളടിച്ചതിനല്ല, ജെറമി ഡോക്കു ഒരു ഫാദറായി. ജെറമി ഡോക്കുവിന് ഒരു കുഞ്ഞുണ്ടായി. നിങ്ങൾ കണ്ടായിരുന്നു ആ വാർത്ത? അത് ആക്ച്വലി ഒരു വിവാദമാണ് കേട്ടോ. അതായത് ജെറമി ഡോക്കു ബെൽജിയത്തിന് വേണ്ടി കളിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, വിവാഹിതനാണ്. 2025 കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മാമോദീസ സ്വീകരിച്ചത്. അദ്ദേഹം ആദ്യമായി ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. ഒപ്പം അത് ഏത് സമയത്താണ്? വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത്. വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇത്രയും വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തത് ഈ 2026 ഫിഫയ്ക്ക് വേണ്ടിയാണ്. എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന ഇവിടെ കുറെ അമ്മമാരുണ്ടല്ലേ, നിങ്ങൾ ലേബർ റൂമിൽ പ്രസവിക്കാനിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ്സ് വേൾഡ് കപ്പ് കളിക്കാൻ പോയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അല്ല, ഇതുകൊണ്ടാണോ? എന്താണേലും ജെറമി ഡോക്കോനൊരു സെലക്ഷൻ എടുക്കുന്നത്. ഒന്നെങ്കിൽ എൻ്റെ കൊച്ചിനെ കാണാൻ ആശുപത്രിയിലോട്ട് പോകണം, ബെൽജിയത്തോട്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ വേൾഡ് കപ്പ് കളിക്കണം. ജെറമി ഡോക്കു എന്ത് സെലക്ട് ചെയ്തു എന്നറിയാമോ? എന്താ സെലക്ട് ചെയ്തത്? ജോസഫിന് അറിയാമോ? ഭാര്യയെ കാണാൻ പോയി, കൊച്ചിനെ കാണാൻ പോയി. ഇത് വലിയ ന്യൂസായി. കാരണം വലിയൊരു പ്ലെയർ, ആ ടീമിന് വേണ്ടി കളിക്കേണ്ട പ്ലെയർ കൊച്ചിനെ കാണാനായിട്ട്. ഉടനെ എനിക്ക് തോന്നുന്നു ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റ് ആണ്, ഒരു സ്ത്രീയാണ്. അവര് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിസ്കസ്റ്റിംഗ്. ഒരു പ്ലെയർ കളി ഉപേക്ഷിച്ച് പോയത് വളരെ അരോചകമാണ്. എ ഫാദർ ഈസ് യൂസ്ലെസ് വെൻ എ ചൈൽഡ് ഈസ് ബോൺ. അത് വലിയ വിവാദമായി. കാരണം എ ഫാദർ ഈസ് യൂസ്ലെസ് വെൻ എ ചൈൽഡ് ഈസ് ബോൺ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ജെറമി ഡോക്കുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഫാദർഹുഡിനെ ബഹുമാനിച്ചുകൊണ്ടും ഒത്തിരി പേര് രംഗത്ത് വന്നു. ഇതാണ് ഒരു സംഭവം നമ്മൾ ഇന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പന്മാരെ, ആ ഒരു ഫാദർഹുഡ് സെലിബ്രേറ്റ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളെ നല്ല വിശ്വാസത്തിൽ വളർത്തുന്ന അപ്പന്മാരാകട്ടെ നിങ്ങളെന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം അപ്പനെയും അമ്മയും സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളും വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ, ഒപ്പം പിതൃവേദി നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Mia Teresa George, Anish Valusta and daughter Anna Vero, കുട്ടികളോടൊപ്പം ഹോൾ ഫാമിലി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ അജോ മുല്ലക്കൽ ആൻഡ് അഭിയ ആൻഡ് സിജോ
Stephen Philip and Beijing Joseph. Mr. Dipin and Aiden Dipin. Mr. Jimmy Joseph and Emmanuel Jimmy. Mr. Sivi John and Alphonse Sivi John. Mr. Toby Everett and Tobias Toby. നന്ദി കോളിച്ച അടുത്ത ഏകോപന സമിതിയായ നവീന ശ്രീവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Mr. Rich Jacob and Angelo Rich Jacob. Mr. Santosh Jacob and Sion Santosh. Dr. Peter Joy Thakur and Joseph Mithun. Mr. Arun Skare and Leo Arun. ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമ്മുടെ ഭാരവാഹികളും കാരണം അത്രയേറെ സ്പെഷ്യലാണ് ഈ കുട്ടികളുടെ ദിവസം കുട്ടികളുടെ സഹായം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഒത്തിരിയേറെ കാര്യങ്ങൾ ഇത് കേവലം ഒരു ആഘോഷം മാത്രമല്ല. എനിക്ക് മനസ്സിലായത് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്കെപ്പോഴും ഒരു ആത്മപരിശോധന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മാതാപിതാക്കൾ എന്ന രീതിയിൽ ഒരു പിതാവ് എന്ന രീതിയിൽ ഞാൻ എനിക്ക് വിജയകരമായ ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. കാരണം സേവനത്തിലാണ് അംഗീകാരം വാക്കുകളിലല്ല ഹൃദയത്തിലാണ്. സഭയ്ക്കും സമൂഹത്തിനും പിതൃദേവിക്കും വിലമറിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മഹനീയ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതായി ബഹുമാനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നൽകുന്നതായി വികാരച്ചനെയും ഡയറക്ടറേഷനെയും ഒപ്പം നവീനച്ചനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രായം കാലത്തിന്റെ കണക്കാണ്. ഊർജവും സമർപ്പണവും ജീവിതത്തിന്റെ അടയാളമാണ്. സേവന മനോഭാവത്തിന് വയസ്സ് ഒരു പരിധിയിലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മഹനീയ വ്യക്തിത്വമാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. ഔദ്യോഗിക ജീവിതത്തിൽ നാഗാലാൻഡ് അഡീഷണൽ സെക്രട്ടറിയായി മാതൃകാപരമായ സേവനം അനുഷ്ഠിക്കുകയും ഇന്നും അതേ ആത്മാർത്ഥതയോടെ സഭയുടെയും പിതൃവേദിയുടെയും പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി തുടരുകയും ചെയ്യുന്ന നമ്മുടെ പിതൃവേദിയിലെ ഏറ്റവും മുതിർന്നംഗമായ ശ്രീ ദാസ് പിരമിഡിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. നിറഞ്ഞ കരഘോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ധന്യങ്ങൾ. ദൂരം ശിരസ്സുകളെ അകറ്റിയേക്കാം, എന്നാൽ വിശ്വാസത്തോടും സഭയോടുമുള്ള സ്നേഹത്തെ ഒരിക്കലും അകറ്റാനാവില്ല. പ്രവാസ ജീവിതത്തിലും സീറോ മലബാർ സഭയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുകയും ഇന്ന് ലോകപിതൃവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായ നേതൃത്വവും വിലപ്പെട്ട സംഭാവന നൽകി മാതൃകയെ നിലനിർത്തുന്ന പ്രിയ സെക്രട്ടറി ശ്രീ ജോർജ് കുട്ടി ഘടകങ്ങളെ ആദരിച്ചു വന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നിസ്വാർത്ഥമായ സേവനവും ആത്മാർത്ഥമായ മനസ്സിനും മുഖമുദ്രയാക്കി പിതൃവേദിയുടെ സെക്രട്ടറി ശ്രീ ജോർജ് കുട്ടി ഘടകങ്ങളിൽ ആദരം അറിയിച്ചു വന്നു. ധന്യങ്ങൾ. അരനൂറ്റാണ്ടിലെ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും കൈമുതലാക്കി ജീവിതയാത്ര മനോഹരമാക്കിയ ദമ്പതികളെ ആദരിക്കുന്ന അത്യപൂർവ നിമിഷമാണിത്. ആത്മാർത്ഥതയും സമർപ്പണവും ഉത്തരവാദിത്വവും കൈമുതലാക്കി ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ജസ്റ്റിൻ തരങ്ങളിലെ ശ്രീമതി മീനാക്ഷിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്